ഹായ്, ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് മഞ്ഞപ്പിത്തത്തിന് മരുന്ന് വന്നതാണ്. ഇതൊരു വലിയ കഥയുള്ള കൊറിയറാട്ടോ. നമുക്ക് ഈ മരുന്ന്, ആയുർവേദ മരുന്ന് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് അയക്കാനായിട്ട് കുറച്ച് പാടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് കണ്ണൂരിൽ നിന്നാണ് മരുന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഒക്കെ വേണം. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതിൽ അന്വേഷിച്ച് കണ്ണൂർ വെച്ചാണ് കിട്ടുന്നത്. പിന്നെ അവിടുന്ന് ഇരിട്ടി ഉളിക്കല്ലിലുള്ള പ്രൊഫഷണൽ കൊറിയറിൽ നമ്മൾ സാധനം കൊടുത്തു. 1,500 രൂപയും ഇങ്ങോട്ട് കൊടുത്തു. അതിൻ്റെ പിറ്റേന്ന് തന്നെ, ഇതിപ്പോൾ 2 ആഴ്ചയായി കേട്ടോ നാട്ടിൽ നിന്ന് പോന്നിട്ടേ. അങ്ങനെ അതവിടെ നിന്ന് പോന്നു. പിറ്റേന്ന് കൊച്ചിയിൽ നിന്ന് എത്തിയപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു സാധനം തിരിച്ച് അയച്ചു തരാൻ പറഞ്ഞു. ഉളിക്കലിലേക്ക് തന്നെ തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഒരു വണ്ടി കൊറിയർ സാധനങ്ങൾ ഇവരുടെ മിസ്സായി, ആ കൂട്ടത്തിൽ ഈ മരുന്നും ഉണ്ടെന്ന് പറഞ്ഞു. എമർജൻസി ആയിട്ട് നാട്ടിൽ നിന്ന് അയച്ച മരുന്നാണ്, പ്രൊഫഷണൽ കൊറിയർ. ഇത് പറയാൻ കാരണമുണ്ടല്ലോ, ഇതുപോലൊരവസ്ഥ വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ്. അവരുടെ ഒരു വണ്ടി കൊറിയർ ഇത് എല്ലാം മിസ്സായിപ്പോയി, ആ കൂട്ടത്തിൽ മരുന്നും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചയച്ചു തന്നു. ഒരു ദിവസം കൊണ്ട് ഉളിക്കല്ലിൽ നിന്ന് കൊച്ചിയിലെത്തിയ പ്രൊഫഷണൽ കൊറിയർ സാധനം, മരുന്ന്, എമർജൻസി ആയിട്ട് അയച്ച മരുന്ന് 5 ദിവസത്തിന് ശേഷം നമുക്ക് തിരിച്ച് ഉളിക്കല്ലി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അവിടുന്ന് എൻ്റെ നാട്ടിൽ തന്നെ കോഴിക്കോട് താമരശ്ശേരിയിലേക്ക് അയപ്പിച്ച് അവിടുന്ന് DTDCക്കാർ നമുക്കിത് 4 ദിവസം കൊണ്ട് സാധനം ഇവിടെ എത്തിച്ചു തന്നു. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനി ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. മഞ്ഞപ്പിത്തത്തിൻ്റെ ആ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്നാലും കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് മരുന്നിന് വേണ്ടി വളരെ വലിയൊരു കാത്തിരിപ്പായിരുന്നു കേട്ടോ. ഇത് 2 ആഴ്ചയോളമായി ഇതൊന്നും ഇവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് കരുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു. കൂടുപോവോ അങ്ങനെയുള്ള ടെൻഷനായിരുന്നു. നമ്മൾ ഈ ഒരു കൊറിയറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ പിൻകോഡടക്കമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നോക്കി അറിയാൻ പറ്റും എവിടെയൊക്കെ ഡെലിവറി ഉണ്ടെന്നൊക്കെ. ഇത് കൊച്ചി ചെന്നിട്ട് ഇവർ തന്നെ നമ്മളെ വിളിക്കുകയാണ്, ഉളിക്കല്ലുകാർ തന്നെ വിളിക്കുകയാണ്, ഞാനിത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചുമ്മാ ഡ്രാമയാണ്. എന്നിട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടെ പൈസ തന്നാൽ വിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് ബാർഗെയിൻ ചെയ്യുകയാണ് മരുന്നിന് വേണ്ടി. അതും ചെറിയ പൈസയൊന്നുമല്ല ചോദിക്കുന്നത്, വലിയ പൈസ, വലിയ എമൗണ്ട് ചോദിക്കുന്നത്. ഉളിക്കലിലെ പ്രൊഫഷണൽ കൊറിയറിലുള്ള പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയാണ് തിരിച്ചയച്ചു തരാൻ പറയുമ്പോൾ തിരിച്ചു അയച്ചു തരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ സാധനം വന്നിട്ട് നമ്മൾ അടച്ച 5,000 രൂപയും കിട്ടിയിട്ടില്ല. ഫുള്ള് ഡ്രാമയായിട്ട് കിടക്കുകയാണ് ഈ കാര്യങ്ങൾ. തിരിച്ചയച്ചു തരാൻ പറയുമ്പം പുള്ളി പറയുന്നു നമ്മൾ ഇത്രയും എമർജൻസി ആയിട്ട് 10,000 മുടക്കി, ഇത് മേടിച്ചതിൻ്റെ പൈസ വേറെ, 10,000 മുടക്കി അയച്ച സാധനം തിരിച്ചയച്ചു തരാൻ പറയുന്നതാണ്. എൻ്റെ അപ്പൻ പരിയാരം മെഡിക്കൽ കോളേജിലാണ്, ഞാൻ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ടുമാണ് ഉള്ളത്. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞാലേ ഞാൻ ഓഫീസിൽ വരത്തുള്ളൂ. അന്നേരപ്പോഴേ എനിക്ക് കൊച്ചി കോൺടാക്ട് ചെയ്ത സാധനം തിരിച്ചു തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി എന്തൊക്കെ ഉടായിപ്പുകളാണ് മനുഷ്യൻ നടക്കുന്നതെന്നറിയാമോ. ഓരോരുത്തർക്ക് അവസ്ഥ വരണേ അപ്പോഴേ അറിയുള്ളൂ. വേറൊരാളുടെ രോഗാവസ്ഥയൊക്കെ വെച്ച് ഓരോരുത്തർ കളിക്കുന്നതേ. അതും എല്ലാം വന്ന കൊറിയറിൻ്റെ എല്ലാം മണ്ടയിൽ എമർജൻസി മെഡിസിൻ വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഓസ്ട്രേലിയയിൽ സാധനം എത്തി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഓരോന്ന് അയക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കൊറിയർ സർവീസുകളൊക്കെ ഉണ്ട്. നമുക്കതിനെപ്പറ്റി വലിയ അറിവില്ല, എനിക്ക് വലിയ അറിവുകളില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഏടാകൂടത്തിലൊക്കെ പോയി ചാടിയത്. അപ്പോൾ ഇനി അങ്ങനെ ആരും ചാടാതിരിക്കാനായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടത്. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.